നിനക്ക് എൻ്റെ ഭാര്യ ആവണം എന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ നീ ഇരിക്കേണ്ടത് ഇടത്തെ തുടയമല, നീ ഇരുന്നത് വലത്തെ തുടയമല. അതുകൊണ്ട് നിന്നെ എനിക്ക് എൻ്റെ മകളായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പുത്രൻ്റെ ഭാര്യയായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ മതി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങയുടെ പുത്രൻ ഉണ്ടാവുമ്പോൾ എൻ്റെ പുത്രൻ ഉണ്ടാവുമ്പോൾ അവൻ്റെ ഭാര്യ ആയിക്കോ എന്ന് പറഞ്ഞ് ഗംഗാദേവി അവിടെ നിന്ന്, കാരണം വലത്തെ തുടമിരുന്നുണ്ട് കേട്ടോ, ആ തുട തെറ്റിയാൽ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. വലത്തെ തുട അങ്ങനെയാണ്, വലത്തെ തുട മകൾക്ക് ഇടത്തെ തുട ഭാര്യയ്ക്ക്. ഗംഗാദേവി അവിടുന്ന് പോയി. പ്രദീപൻ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. അദ്ദേഹം വയസ്സുകാല ഏതാണ്ട് ജീവിതത്തിൻ്റെ സായന്തന കാലഘട്ടത്തിലെത്തി. അദ്ദേഹം കുറച്ച് പ്രായമായപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയ്ക്കും കൂടി ഒരു സന്താനം ഉണ്ടായി. ആ സന്താനമാണ് ശന്തനു. ആ ശന്തനു ആരാണ്? മഹാഭിഷൻ എന്ന് പറയുന്ന രാജാവാണ്. മഹാഭിഷൻ എന്ന് പറയുന്ന രാജാവ് പ്രദീപൻ്റെ മകനായി ശന്തനു എന്ന പേരിൽ ജനിച്ചു. ഈ ശന്തനു എന്ന വാക്കിൻ്റെ അർത്ഥം, ശന്തനു തൊട്ടാൽ ആർക്കുള്ള രോഗവും സുഖാവുത്ര. ഏത് വയസ്സും മാറി അദ്ദേഹത്തിന് യൗവനം ഉണ്ടാവും. ശന്തനു തൊട്ടാൽ അവന് സുഖയി, അതാണ്. അതുകൊണ്ട് ശന്തനു, ഈ പ്രദീപൻ്റെ മകനായിട്ട് മഹാഭിഷൻ എന്ന് പറയുന്ന രാജാവ് ശന്തനു ജനിച്ചു.